വന്നിട്ടുള്ള ഒരു അടിപൊളി ചാലഞ്ചാണ് നമ്മുടെ മുമ്പിൽ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള 3 ബാർബീസ് ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന പോലെ തന്നെ അങ്ങനെ വെച്ചതാണ്. നമ്മൾ ഇതിന് ടേൺ ടേബിളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് എങ്ങനെയാവുന്ന അറിയില്ല. ബാർബി കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഇതിന്റെ മുന്നേ ചെയ്ത ഡെക്കറേഷൻസിലൊക്കെ നമ്മൾ ബിസ്ക്കറ്റ്സും പിന്നെ കുറെ ചോക്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിരുന്നു. ഇതിലിപ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ എന്തായാലും ഡെക്കറേറ്റ് ചെയ്യും. അപ്പൊ എല്ലാ ഡെക്കറേറ്റിംഗ് ചാലഞ്ചിൽ പറയുന്ന പോലെ ഇതിന്റെ വിന്നറെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ ആരാണ് വിന്നർ എന്നുള്ളത്. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അതിൽ കയറ്റി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ബാർബി കേക്ക് എടുത്തിട്ട് ടേൺ ടേബിളിന്റെ മുകളിലേക്ക് വെക്കണം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതുവരെ അൺബോക്സ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബാർബി കേക്ക്. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ. നല്ല മുഖമൊക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇന്ത്യയും അഞ്ചിന്റെയും സെയിം ബാർബിയാണ്. ഷാമിന്റെ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളത് കേട്ടോ. ഷാമിന്റെ ഇതിന്റെ ഹെയർ ഡിഫറെന്റ് ആണ്. ഇവിടെ ഒരു ബോ ഉണ്ട് കേട്ടോ, വയലറ്റ് കളർ. പിന്നെ ഇത് ഐലാഷസ് ഒക്കെ ഉണ്ട്, നമുക്ക് നല്ല ഭംഗിയിലാണ്. ഞങ്ങൾക്കൊക്കെ വരച്ച് വെച്ച കണ്ണാണ്. ഓക്ക് മാത്രമാണ് ഇങ്ങനത്തെ കണ്ണുള്ള ബാർബി. ഇത് മുടിയൊക്കെ കെട്ടി വെച്ചാ കേട്ടോ. അപ്പൊ നമ്മള് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുടി അഴിച്ചിടാൻ വേണമെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട്. ബാർബി കേക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഉടുപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഉടുപ്പ് ഉണ്ടാക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് മേലെ ഈ ഭാഗത്ത് നമുക്ക് ഡ്രസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഫോണ്ടന്റ് കൊണ്ട് ചെയ്യാം, വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ എടുത്തിട്ടുള്ളത് കാണിച്ചുതരാം. 9 വിപ്പിംഗ് ക്രീംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടന്റ് ഉണ്ട്, പിന്നെ ഫോണ്ടന്റ് കട്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഷേപ്പിൽ ഇങ്ങനെ ഫോണ്ടന്റ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഷുഗർ ബോൾസ് 3 ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഗ്ലിറ്റേഴ്സ് സിൽവറും ഗോൾഡും റെഡും എടുത്തിട്ടുണ്ട്. പിന്നെ ചോക്കോ ചിപ്സ് ഉണ്ട്, ജംസ് ഉണ്ട്, ഫെരേറോ റോഷർ ഉണ്ട്, റാഫെല്ലോ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സിന്റെ സെക്ഷനിൽ നമുക്ക് ഓറഞ്ച് വരുന്നുണ്ട്, സ്ട്രോബെറി വരുന്നുണ്ട്, കിവി വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ബാർബി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ലോട്ട് ഇട്ടിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മറക്കണ്ട, ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തതെന്നുള്ള നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് റൗണ്ടിലുള്ളത് വിപ്പിംഗ് ക്രീം ആണ്. ആർക്കൊക്കെ ഏത് കളേഴ്സ് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ലോട്ട് ഇടാം. അപ്പൊ ഓരോരുത്തർക്ക് 3 കളേഴ്സ് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ലോട്ട് ഇട്ടിട്ട് ഓരോരുത്തരും 3 കളേഴ്സ് ആട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അതിലിപ്പോ പിങ്കും ബ്ലൂവും ഒക്കെ കിട്ടിയാലായിരിക്കും നല്ല ബാർബിക്ക് നല്ല ഭംഗി. അതെ, പക്ഷെ ഗ്രീനും ബാക്കിയുള്ള 3 എണ്ണമാണ് ഞാൻ എടുത്തത്. ഗ്രീന് കഴിഞ്ഞ് എനിക്ക് ഓറഞ്ചാ കിട്ടി. എനിക്ക് ഇഷ്ടമല്ല ഈ കളറ്. അയ്യോ, എനിക്ക് വയലറ്റും പിങ്കും യെല്ലോയും. റെഡ്, ഗ്രീന്, റെഡ്, എനിക്ക് ബ്ലൂ ഒന്ന്. മെറ്റാലിക് ഗ്രീനും മെറ്റാലിക് ഗ്രീനും റെഡും കൂടെ ആണ് കിട്ടിയത്. കുഴപ്പമില്ല, നല്ല കോംബോ ആണ്. ഗോൾഡനും ബ്ലൂവും ഓറഞ്ചും. എന്റെ കോമ്പോ വയലറ്റും യെല്ലോയും പിങ്കും. വയലറ്റും പിങ്കും ഉണ്ട്, അതുകൊണ്ട് നല്ല അപ്പൊ സംഭവം നല്ലതായിരിക്കും. ഇന്ത്യയിൽ പിന്നെ 2 ഗ്രീന് വരുന്നോണ്ട് രസമുണ്ടാവും. അപ്പൊ നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പൊ എനിക്ക് കിട്ടിയത് ഈ 3 കളേഴ്സ് ആണ്. യെല്ലോയും വയലറ്റും പിങ്കും ആണ് കേട്ടോ. ഈ പിങ്കും വയലറ്റും ഏകദേശം ഒരേപോലെയാണ് കാണുന്നത്. എനിക്ക് കിട്ടിയത് ഗ്രീനും മെറ്റാലിക് ഗ്രീനും റെഡ് ആണ് കേട്ടോ. അത് ശരിക്കും എനിക്ക് കിട്ടിയത് 2 കളേഴ്സ് ഒരേപോലെ ഉണ്ട്. ഇത് ഗോൾഡനും ഓറഞ്ചും ആയിരുന്നു, ഒരേപോലെ തന്നെ ഉണ്ട്. പിന്നെ ബ്ലൂ അങ്ങനെ തന്നെയാണുള്ളത്. ഇവക്ക് ഗ്രീനും കോമൺ ആയിട്ടുണ്ട്. എനിക്ക് വയലറ്റും പിങ്കും ഒരേപോലെ ഉണ്ട്. ശ്രീക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡ്രസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാണ്ട്. അപ്പൊ നമുക്ക് അത് തുടങ്ങാം കേട്ടോ. കിട്ടിയ കളേഴ്സ് എല്ലാം യൂസ് ചെയ്യണം, അത് നിർബന്ധമാണ്. ബാർബിന്റെ കൈ ഞാൻ നേരെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വെറുതെ ഇവിടെ പൂവ് വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഈ ഫോണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നടക്കൂല. ഞാനിത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ എനിക്ക് ചിലപ്പോൾ ഫോണ്ടന്റ് വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് അടിപൊളിയാട്ടോ. എനിക്കിത് സിമ്പിൾ നോസിലാട്ടോ കിട്ടിയത്. ഇതാ ഒരു സിമ്പിൾ നോസിലാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ സ്കേർട്ടിന്റെ മുകളിൽ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്, അതാണ് കേട്ടോ ചെയ്യാൻ പോണത്. കൊച്ചു കള്ളന്മാരെ, നിങ്ങൾക്ക് നല്ല നോസിലാണല്ലോ കിട്ടിയേ. ഞാൻ ഇവിടുന്നാ തുടങ്ങുന്നത്. ഷാമിക്ക് വലുതാട്ടോ കിട്ടിയത്. ഞാനപ്പോ ഫസ്റ്റ് ഒരു പിങ്ക് കളർ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വയലറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്റെ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ബാർബിക്ക് ഇവിടെ ഒരു എന്താ പറയുക പ്രിൻസസ് ഒക്കെ പോലെ നമ്മളിവിടെ ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ബെൽറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. ഞാനിത് ബാർബിക്ക് ഇവിടെ ഇങ്ങനെ ഫ്രോക്ക് വരച്ചു കൊടുക്കാണ് കേട്ടോ. ഇവളിപ്പോ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കട്ടെ. ആ ബ്ലൂ കളർ നോസിൽ
നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. നോസിൽ നല്ല ഭംഗിയുണ്ടത് കാണാൻ. എനിക്കിത് സിൻഡർലൈൻ്റെ ഒരു കളർ കോംബോ ആയോ എന്നൊരു സംശയം അല്ലേ? ബ്ലൂവും യെല്ലോയും വരുമ്പോ ഇപ്പൊ ഈ ഗോൾഡൻ ആണ് കേട്ടോ ഞാനിപ്പോ എടുക്കുന്നത്. അപ്പൊ ഞാനിത് ഏകദേശം 2 കളേഴ്സ് ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഷാമിന് അപ്പത്തേക്കും ഞാൻ ഒരൊറ്റ കളറേ ചെയ്തിട്ടുള്ളൂ. ഷാമി പകുതി പാവാടൊപ്പം ഫില്ലായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ പൂക്കൾ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒരാൾ ബെൽറ്റ് വരച്ചത് എടുത്ത് തിന്നിട്ട് പിന്നെ അടുത്ത ബെൽറ്റ് വരച്ചതാണ്. ഞാൻ എന്റെ ബെൽറ്റിന് എന്തോ ഒരു അപാകത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോഴും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ബാർബി കേക്കിൽ ഞാൻ വളരെ ആലോചിച്ചിട്ട് ഓരോ നീക്കങ്ങളും നീങ്ങുള്ളൂ. കാരണം എനിക്ക് പല കേക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലും പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി നോസിലാണ്. കണ്ണ് വെക്കരുത്. ഷാമിന് നല്ല അടിപൊളി നോസിലായിരുന്നു. പക്ഷെ എന്താ അറിയോ പറ്റിയത്? ഓളത് ഫസ്റ്റ് തന്നെ ചുറ്റിയിട്ടാണ് വെച്ചത്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. അതിന് പകരം ഞാനെടുത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഓറഞ്ച് കളറും കൂടെ യൂസ് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ എന്ന് വെച്ചാല് പ്രിൻസസിന്റെ ഡ്രസ്സിൽ കാണില്ലേ ഇങ്ങനെ 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 തൊങ്ങലായിട്ടുള്ള ഒരു സംഭവം, ഒരു ഡെക്കറേഷൻ ഉണ്ടാവില്ലേ, അത് ഞാനിപ്പോ ഞങ്ങൾക്കും വരും. പക്ഷെ ഞങ്ങൾ ഫോണ്ടന്റ് കിട്ടട്ടെ എന്ന് ആലോചിക്കും. ഞാൻ ഇത് അടുത്ത ഗ്രീൻ കളർ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താവുമ്പോ എന്തോ. അയ്യോ ഞാനിത് കുളമാക്കുവേ. എന്റെ ഒരുവിധം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ എന്റെ ബാർബിന്റെ ആ ഒരു ഡെക്കറേഷൻ അത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ 3 കളേഴ്സ് ഇപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എവിടേക്കോ റിസർച്ച് ചെയ്ത് വന്നിട്ടാണ് ചെയ്യുന്നത് ഞാൻ നിസ്സംശയം പറയാം. ചെറുതായിട്ട് ഇല്ലില്ല, ഞാൻ ഇത് റിസർച്ച് ചെയ്തിട്ടൊന്നും. അതായത് വെറുതെ പറയില്ല, വെറുതെ പറയാ. ഞാനിത് ബ്ലൂ കളർ എനിക്ക് ഇങ്ങനെ ഒന്ന് വരണം എന്നുണ്ട്. അത് ഞാൻ ചെയ്തു വരുമ്പോ എങ്ങനെയാവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് റൗണ്ടില് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി 3 വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനും 3 യൂസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് അവിടെ ഉണ്ട്. ഇവിടെ ഞാൻ കണ്ടില്ല. ഇവിടെ പൊട്ടായിട്ടുണ്ട്. ആണോ? ഞാൻ 3 നല്ല വേഷായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബ്ലൂ ഉണ്ട്, എന്റെ ഗോൾഡൻ ഉണ്ട്, ഇവിടെ ഓറഞ്ചും ഉണ്ട്. ഇവിടെ ഇതെനിക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഞാൻ പിന്നെ ഫോണ്ടന്റ് ഒക്കെ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഫോണ്ടന്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഫോണ്ടന്റ് വന്നാലാണ് ആകെ മൊത്തം ഒരു തീരുമാനത്തിലെത്തുള്ളൂ ബാർബി എവിടെയാവുന്നത്. അപ്പൊ നമുക്കിനി നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ടിൽ ഫോണ്ടന്റും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഫോണ്ടന്റ് കട്ടറും ഉണ്ട്. എനിക്ക് ശരിക്കും ഈ ഡ്രസ്സിന് ഇപ്പൊ എനിക്ക് കിട്ടിയ വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ചിട്ട് വയലറ്റും യെല്ലോ ആയാലും ഓക്കെയാണ്. എനിക്കും വയലറ്റും യെല്ലോ ആയാലും ഓക്കെ ആവുള്ളൂ. റെഡ് കിട്ടിയാൽ കുറച്ച് പ്രശ്നമാണ്. എനിക്ക് റെഡ് ആയാലും മതി, ഫോണ്ട് എനിക്ക് വേണ്ട. ആദ്യം നമുക്ക് ഫോണ്ടിന്റെ ലോട്ട് ഇടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണ്ട് കട്ടേഴ്സിന്റെ ലോട്ട് ഇടാം കേട്ടോ. അതിനകത്ത് തന്നെ പറയാമെന്ന് നിങ്ങൾക്ക് അറിയില്ല, എന്തെങ്കിലും പേരിടുന്നു. എനിക്ക് യെല്ലോ ഫോണ്ടന്റ് കിട്ടിയത് അടിപൊളി. എനിക്ക് റെഡ് കിട്ടിയത്. ഷാമിക്ക് വേണ്ട കളറിനോ എല്ലാവർക്കും വേണ്ട കളറിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടേഴ്സിന്റെ ലോട്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അതുവരെ പേടിച്ചിരിക്കുക കംപ്ലീറ്റ് കൊള്ളാമോ. ഓക്കെ, ഞാൻ കട്ടേഴ്സിന്റെ ഇടാണ്. നല്ലത് വേണേ. എനിക്ക് സ്റ്റാർ, എനിക്ക് ഫ്ലവർ, എനിക്ക് ഫ്ലവർ ആയിട്ട് ഇത് ഏതായാലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കിട്ടിയത് നല്ല യെല്ലോ ഫോണ്ടന്റ് ആണ് കേട്ടോ. അതിന് ഈ കട്ടേഴ്സ്, ഈ ഫോണ്ട് എനിക്ക് വേണം. സോറി, ഈ കട്ടർ എനിക്ക് വേണം. എനിക്ക് കിട്ടിയത് വലിയ കട്ടറാണ്, പിന്നെ ഈ റെഡ് ഫോണ്ടന്റ്. എനിക്ക് ഞാൻ പറയുമ്പോ ശരിക്കും ആ ഇത് കിട്ടിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എനിക്ക് കിട്ടിയത് ഈ സ്റ്റാറിന്റെ കട്ടറും വയലറ്റ് കളർ ഫോണ്ടന്റും ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കൈ തന്നെ തട്ടിപ്പോയാൽ നിലത്തെത്തും. അപ്പൊ ഫോണ്ടന്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോസർ എന്തെങ്കിലും വേണം. ക്യാമറ എടുത്തോണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഫോണ്ടന്റോട് നമ്മള് ഓരോരോ ഷേപ്പുകൾ തന്നിട്ടുണ്ട്. അതും വെച്ചിട്ട് നമ്മളിപ്പോ എനിക്ക് കിട്ടിയത് സ്റ്റാർ ആട്ടോ. അപ്പൊ സ്റ്റാർ ആയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ ഫോണ്ടന്റിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇനി നമുക്ക് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് പറ്റുന്നില്ല, എന്റേത് കൊളായി പോകുന്നു. എനിക്ക് കിട്ടിയ നല്ല കുഞ്ഞ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അത് വെച്ചിട്ട് ഞാനിത് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഫ്ലവേഴ്സ് വേണം ശരിക്കും. അപ്പോൾ അതാ ഈ സാധനം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തിയിട്ട് ഇതുണ്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഷേപ്പ് ഈ ഷേപ്പിൽ ഇതായി വരും. ഇപ്പൊ നല്ല രസമായിട്ടോ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. ഇന്റത് കഷ്ടപ്പെട്ട് ഇങ്ങനെ അച്ചു പോലെ അമർത്തിയിട്ട് ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കണം. പാവം ഞാൻ അതൊക്കെ കിട്ടി അച്ഛ ചെറിയൊരു പ്രശ്നമായി പോയി. എനിക്ക് പ്രസ് ചെയ്യാനൊന്നും വരമാരി ഒന്നുമില്ല. കണ്ടോളായി പിന്നെ എനിക്ക് വേണ്ട ഫോണ്ട്. ഷാമിക്ക് ഫോണ്ടന്റോട് ഒരു ഉപകാരം. ഞാനിതിപ്പോ ഈ സ്റ്റാറുകളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്തോ ഇതൊക്കെ ഇപ്പൊ ഇവിടെ കിട്ടുമോന്നുള്ള സംശയമാണ്. അപ്പൊ ഞാനിതാ ഓരോരോ സ്റ്റാറുകൾ ഇങ്ങനെ ഡ്രസ്സിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രശ്നം എന്താന്ന്. ഇത് കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഇതൊക്കെ നീ ആ മാറ്റിന്ന് വെച്ചോ. ഇതൊക്കെ മാറ്റിയിട്ട് ഇത് എടുക്കാന്ന് വിചാരിച്ച കഴിയൂല. അതാണ് എൻ്റെ പ്രശ്നം. എന്തായാലും പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണോ?
ഫോണ്ടന്റ് ഇല്ലാതെ വെച്ച് അഡ്ജസ്റ്റ് ആ ചെയ്യാൻ പറ്റൂല, എനിക്ക് പ്രസ് ചെയ്യുന്നതിന് വേണ്ടി അതിപ്പോ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഓരോരുത്തർക്ക് ഇപ്പൊ നോസിൽ നല്ല നോസിൽ കിട്ടി, നമുക്ക് നല്ല അടിപൊളി നോസിൽ കിട്ടി. എനിക്ക് നോസിൽ കിട്ടിയില്ല, ഞാൻ കറിയില്ലല്ലോ. എനിക്കത് അച്ചിലൊന്നും റെഡി ആവുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാനത് ബെൽറ്റ് ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എനിക്ക് അതും ചെയ്യാട്ടോ. ഫോണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ഈ കട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. ആ ഒപ്പിടി ഇനി പറഞ്ഞാൽ അത് ബെൽറ്റ് ആക്കി കൊടുത്തത്. ഇനി ബാക്കിയുള്ള സാധനം കൂടി വരുമ്പോ അടിപൊളിയാക്കി കാണാം. അപ്പൊ എത്രയും ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഉണ്ടാക്കി വെച്ചത്, ചെറുതുണ്ട് വലുതുണ്ട്. ഇനിയിപ്പോ നമുക്കിത് പ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മളിത് ഈ ബ്ലൂ കളറിന്റെ ഇടയിൽ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അത് ബെൽറ്റിന്റെ മുകളിൽ കൂടെ കണ്ടോ, ഈ റെഡ് കളറും പിന്നെ ഈ ഗ്രീൻ കളറും കൂടെ ബെൽറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫില്ല് ചെയ്യാണ്ട് അത് ഞാൻ വളരെ നന്നായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞാൻ ഈ സ്റ്റാറുകളൊക്കെ ഇതേപോലെ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർ കൊണ്ട് ഞാൻ ഇവിടെ ഒരു മാലയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനിതേ കമ്മല് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ, പക്ഷെ വെക്കാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞ് സ്റ്റഡ് വെച്ച് കൊടുക്കാനാണ്. ഞാനിവിടെ അതിന് വള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ബാർബിക്കുള്ള പ്രിൻസസ് അല്ലേ, അപ്പൊ ക്രൗഡ് സെറ്റ് ആക്കിയത് കേട്ടോ. എനിക്ക് കിട്ടിയ ഫ്ലവർ വെച്ചിട്ട് ഇനി നമുക്കത് വെച്ച് കൊടുക്കാം. ബാർബിന്റെ ക്രൗഡ് നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. തലേന്നാരെടുത്ത് ഇതില്ലേ ഗോൾഡ് എന്ന് വെച്ചാൽ യെല്ലോ കളർ കിട്ടിയപ്പോ എന്റെ തലയിൽ വെച്ചതാ, നല്ല ഗോൾഡൻ ക്രൗൺ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ മാലയും പിന്നെ അപ്പൊ വളയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. രണ്ട് കഴിയുമ്പോ നമ്മളെ ബാർബിന്റെ ലുക്ക് ഇതാണ് കേട്ടോ. ഞാൻ ഫോണ്ടന്റോട് ഒരു ക്രൗൺ ചെയ്ത് കൊടുത്തു, പിന്നെ ഫോണ്ടന്റ് ചെറുതായിട്ട് ഇവിടെയൊക്കെ വെച്ച് കൊടുത്തു. ബാക്കി ഇപ്പൊ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിന്റെ മുകളിൽ എനിക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഫോണ്ടന്റിന്റെ ആ കട്ടറുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതേ മാല ഇങ്ങനെ കൈകൊണ്ടാക്കി വെച്ച് കൊടുത്തു, പിന്നെ കമ്മൽ വെച്ച് കൊടുത്തു, പിന്നെ ഇവിടെ ഒരു ബെൽറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ മുകളിൽ കൂടെ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്തു. അതുകൊണ്ടാണ് കാണാത്തത്. ഞാനിവിടെ ഫോണ്ടന്റ് വെച്ചിട്ട് 2 വള ചെയ്തിട്ടുണ്ട്, കമ്മൽ ചെയ്തു, സ്റ്റാർ കൊണ്ടുള്ള ഒരു മാല ചെയ്തു, പിന്നെ ഇവിടെ മൊത്തം ഈ ഡ്രസ്സിൽ മൊത്തം സ്റ്റാർ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടായിട്ടോ ഈ കളർ കോമ്പിനേഷനും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചെയ്തതും എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ടിലുള്ള ഷുഗർ ബോൾസ് ആണ്. ഷുഗർ ബോൾസിൽ വയലറ്റ് കളർ ഉണ്ട്, സിൽവർ കളർ ഉണ്ട്, പിന്നെ ഒന്നുള്ളത് സ്പ്രിങ്കിൾസ് ആണ്. ആ സ്പ്രിങ്കിൾസ് എനിക്ക് കിട്ടിയാൽ കംപ്ലീറ്റ് തീർന്നു. എനിക്ക് കിട്ടിയാൽ മതി, കാരണം ഇത് ഓൾറെഡി കളർഫുൾ ആണ്. എനിക്ക് മറ്റേ സിൽവർ കിട്ടിയാലും ശരിയാവുള്ളൂ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ റൗണ്ടിൽ ലോട്ട് എടുക്കാം. ഇതിൽ ഷുഗർ ബോൾസ് ഒക്കെയാണ് എന്താ കിട്ടുക അറിഞ്ഞു. സ്പ്രിങ്കിൾസ് വരണേ. ക്യാൻഡി സ്പ്രിങ്കിൾസ്. എനിക്ക് സിൽവർ ഷുഗർ ബോൾസ് ഞാൻ എന്താണ് പറഞ്ഞെങ്കിൽ അതന്നെ കിട്ടിയത്. എനിക്ക് വയലറ്റ് ഷുഗർ ബോൾസ് വേണ്ട. കൊളായിന്റെ ബാക്കി കൊളായി. കിട്ടിയത് എന്താണോ അത് വെച്ച് ചെയ്യണം നമ്മള്, അത്രേ ഉള്ളൂ. എനിക്ക് സന്തോഷിക്കുക, കാരണം എനിക്ക് സിൽവർ അല്ലേ കിട്ടിയത്. ആണ്, അതിനോടാണ് എനിക്ക് സന്തോഷം. അപ്പൊ എനിക്ക് കിട്ടിയത് സിൽവർ ഷുഗർ ബോൾസ് ആണ് കേട്ടോ. എനിക്ക് കിട്ടിയത് വയലറ്റ് ആണ്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആ വയലറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇത് അടിപൊളിയാവുന്നു. എനിക്കിത് വേണ്ട, അതിന്റെ തീരെ ചെയ്യില്ല. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലോ? അതെനിക്ക് ഇഷ്ടമായി. അങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റൂല. ഞാനിത് എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് ഞാനിത് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ, കുഴപ്പമില്ല. എനിക്കിപ്പോ സിൽവർ ഷുഗർ ബോൾസ് കിട്ടിയത്. ഇത് ഇങ്ങനെ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. എന്റെ ഷുഗർ ബോൾസ് വെച്ചിട്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ അടിയിൽ കൊടുക്കാതാകുമ്പോ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇതിങ്ങനെ സ്കേർട്ടിന്റെ താഴത്തോട്ട് വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. എനിക്ക് സിൽവർ ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഞാൻ അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അതല്ലാതെ വൈറ്റിൽ വീണു വേണ്ട, അതിന്റെ മുകളിൽ ഇനി വിപ്പിംഗ് ക്രീം വരും. ഈ ഷുഗർ ബോൾസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിതാ ഈ കിട്ടിയ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഈ ഡ്രസ്സിന്റെ താഴെ മൊത്തം ഞാനിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഭംഗി ഉണ്ടായാൽ മതി. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാനിതാ ഷുഗർ ബോൾസ് ഇവിടെ എങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി വരുന്ന സാധനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കി മൊത്തം ഫില്ല് ചെയ്യണം. അപ്പൊ എനിക്ക് ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇവിടെ ചെയ്യാനുണ്ട്. ഞാനത് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ക്രീം ചെറുതായിട്ടൊന്ന് അലിഞ്ഞു പോയിട്ടുണ്ട്, അതിനോണ്ടാണ് ഇങ്ങനെ വരണത്. അപ്പം ഞാനിവിടെ എന്താ വെച്ചാൽ ബാർബീൻ്റെ ഇങ്ങനെ ഗൗണ് പോലെ ഡ്രസ്സ് ഇങ്ങനെ താഴേക്ക് നിൽക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ എന്നിട്ട് ഈ സ്പ്രിങ്കിൾസ് ഇടുകയാണ്. അപ്പം എനിക്കൊരു ഭംഗി തോന്നുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ബാർബീൻ്റെ ഡ്രസ്സുള്ളത്. ഇപ്പം ഈ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എനിക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഇത് ബാർബീൻ്റെ ഇത് സ്കേർട്ടിൻ്റെ അടിയിൽ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഷുഗർ ബോൾസ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഷുഗർ ബോൾസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ എൻ്റെ കളർ കോംബോ ആയിട്ട് ചേരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ബാർബീൻ്റെ ഡ്രസ്സ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടുവിലൊരു യെല്ലോ കളറും ബാക്കി ഇവിടെ ഫുള്ള് ബ്ലൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ ബാർബീൻ്റെ ഡ്രസ്സ് പോലെ ഇവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ബാർബീൻ്റെ ഉടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇനി ഫില്ല് ചെയ്യാനുണ്ട്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ചോക്കോ ചിപ്സ് ഒക്കെയാണ് വരാനുള്ളത്. അപ്പം നമുക്ക് ബാർബീനെ മാക്സിമം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഞാനും അതേപോലെ തന്നെ ബാർബീൻ്റെ ഡ്രസ്സ് ഇതേ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ബാർബീൻ്റെ യെല്ലോ കളർ ഏകദേശം ഫില്ലായിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ലൈന് ചെറുതായിട്ടൊന്ന് ശരിയാക്കണം.
ആക്കാനുണ്ട്. ഇനി ബാക്കി ഫുള്ള് എനിക്ക് ബ്ലൂ വെച്ചിട്ട് ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. ഞാനിവിടെ ബാർബീന്റെ ഡ്രസ്സ് ബാക്കിലേക്കുള്ള ഡ്രസ്സൊക്കെ റെഡി ആക്കാണ്. ഷാമിന്റേത് ഏകദേശം ക്രിസ്മസ് ട്രീന്റെ ഒരു കളർ കോംബോ ആയില്ലേ, ക്രിസ്മസിന്റെ കളർ കോംബോ ആയിട്ട്. ഷാമിനെ വേദനിപ്പിച്ച് അല്ല, ക്രിസ്മസിന്റെ റെഡും ഗ്രീനും നല്ല കളർ കോംബോ ആണ്. ഞാൻ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഇത്തിരി നേരം ബാർബി കേക്കാന്ന് വിചാരിച്ചത്. അജിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, എനിക്ക് ആ കളർ കോമ്പോ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ശ്രീന്റെ ഈ ഡിസൈൻ ഉണ്ടല്ലോ, അത് രക്ഷയില്ല. അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ഈ ബാർബീന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കാരണം ബാർബീന്റെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഡ്രസ്സ് പോലെ, അതുപോലെ ആക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ ആ ഒരു ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ മറ്റേ സൈഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ശ്രീ നല്ല റിസർച്ച് ചെയ്തിട്ടാ നോക്ക്. അതാണ് ഓള് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓള് നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബാർബിനെ അറിയാത്ത പോലെ ഞങ്ങൾക്കും ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ റിസർച്ച് ഒന്നും ചെയ്തില്ല. ഞാനിവിടെ ബാർബിക്ക് ഡ്രസ്സിന്റെ ബാക്കിൽ നല്ല ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ബാക്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ബാക്കി വരാൻ പോണുള്ളൂ. എന്റെ ബാർബിന്റെ ഡ്രസ്സ് ഏകദേശം ശരിയായി. എനിക്ക് മുകളിലേക്ക് ഇനി ശരിയാക്കാനുണ്ട്. അപ്പൊ എൻ്റെ ഏകദേശം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി എന്താ കിട്ടുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യാം. ഷാമിൻ്റെത് ഏകദേശം ഒരു ലെവലായിട്ടുണ്ട്. ഞാൻ താഴേക്ക് ചെയ്യുന്നില്ല, കാരണം അവിടെ എനിക്ക് ഇനി ബാക്കി കുറച്ച് സാധനങ്ങളൂടെ വരാനുണ്ട്. അത് വെച്ചിട്ട് ബാക്കി ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ മാത്രം ഫില്ല് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ കൂട്ടത്തിൽ ശ്രീൻ്റെതാട്ടോ കാണാൻ ശരിക്കും ഭംഗിയായിട്ടുള്ളത്. 5ന്റെ നല്ലൊരു ബാർബിന്റെ അതേ ഡ്രസ്സിന്റെ ഷേപ്പിലേക്ക് ഓളാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ 3 റൗണ്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ബാർബിന്റെ ലുക്ക് ഇതാണ്. എന്റേത് ഞാൻ സൈഡ് നടുവിൽ കൂടെ ഒരു ഡ്രസ്സ് വരുന്ന രീതിയിലും ബാക്കി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബ്ലൂ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തത്. പിന്നെ ബാക്കിലൊക്കെ ഓറഞ്ച് കൊണ്ട് ഇത് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ബാർബി ഇതേ ഇങ്ങനെ ഇവിടെ വരെ ഇപ്പൊ ഫ്രോക്ക് ഉള്ളൂ. ബാക്കി എനിക്ക് ചോക്കോ ചിപ്സ് പിന്നെ കാര്യങ്ങളൊക്കെ വരാണ്ട്. ഇനിയിപ്പോ അതൊക്കെ അടിയിലേക്ക് വെച്ചുകൊടുക്കുക വെച്ചിട്ട് ഞാൻ അവിടെ ഒഴിച്ചിട്ടതാണ്. ഇന്റതും അതുപോലെ തന്നെയാണ്. ഞാൻ ഡ്രസ്സ് മേലത്തെ ഡ്രസ്സ് ശരിയാക്കിയിട്ടുണ്ട്, കമ്മല് കാര്യങ്ങള് ഇവിടുന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതുപോലെ ബാർബിന്റെ ബാക്കിൽ ഇങ്ങനെ ഗൗണ് പോണ പോലെ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഞാൻ ബാക്കിലേക്ക് ഡ്രസ്സ് ഇങ്ങനെ നിലത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ സ്പ്രിങ്കിൾസ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇതാണ് ബാർബീൻ്റെ അവസ്ഥ. ഇനി 4ാമത്തെ റൗണ്ടിൽ നമുക്കുള്ളത് ഗ്ലിറ്റേഴ്സ് ആണ്. ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, റെഡ് ഉണ്ട്. ശരിക്കും ആ റെഡ് കളർ ഷാമി കിട്ടി അടിപൊളിയാവും കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടാവും ഷാമിക്ക് ആ റെഡ് കിട്ടി. അല്ല, ഓള കളറിനോട് മാച്ച് ആയിട്ടുള്ളതാണ്. എന്താ ചെയ്യേണ്ടത് ആലോചിക്കുക. അപ്പൊ അവർക്ക് ഇത് കിട്ടിയ അടിപൊളിയാവും. പിന്നെ ഉള്ളത് ഗോൾഡൻ ഗ്ലിറ്ററും. എനിക്ക് ഗോൾഡൻ കിട്ടിയായിരുന്നു ശരിക്കും വേണ്ടത്. സിൽവറും ഉണ്ട്. സിൽവർ ബോൾസ് കിട്ടിയോണ്ട് എനിക്ക് സിൽവർ കിട്ടിയാലും കുഴപ്പമില്ല. റെഡ് എന്തായാലും ഓക്കെയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എടുക്കുന്നതിന് മുന്നേ ഞാൻ മേലെ ഒരു മാലയും കൂടി വെച്ചെടുത്തിട്ടോ. അപ്പൊ നമുക്ക് ലോട്ട് ഇടാം. കഴിഞ്ഞു, എന്റെ കഴിഞ്ഞു. എനിക്ക് റെഡാ കിട്ടിയത്. അടിപൊളി. കാരണം എന്താ അറിയോ, നേരത്തെ ആ മറ്റേ ഈ വയലറ്റ് കിട്ടാൻ ഞാൻ വേദനിച്ചു. എനിക്ക് കിട്ടിയ സിൽവറാ. എനിക്ക് കിട്ടിയ ഗോൾഡ്. വേണ്ട നേരത്തെ വേണ്ടെന്ന് പറഞ്ഞു പോയോണ്ട് ഇനിയിപ്പോ അതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. എനിക്ക് കിട്ടിയത് റെഡ് ഗ്ലിറ്റർ ആണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് പോലും എനിക്ക് അറിയില്ല. എനിക്ക് കിട്ടിയത് സിൽവർ ഗ്ലിറ്റർ ആണ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വേറെ ഐഡിയ ഇല്ല. എനിക്ക് കിട്ടിയ ഗോൾഡ് ആണ് കേട്ടോ. ഞാനിതിവിടെ ഈ ബാക്കിയുള്ള ഡ്രസ്സിലൊക്കെ സ്പ്രേ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഐഡിയ ഉണ്ട്. അപ്പൊ എനിക്ക് ഗോൾഡാണ് കിട്ടിയത്. ഞാൻ ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് സ്പ്രേ അധികം അങ്ങനെ ആവുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. ഞാനിത് ഇവിടെ ഇങ്ങനെ താഴത്ത് സിൽവർ കൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ബോൾസിന്റെ മുകളിൽ, ഷുഗർ ബോൾസിന്റെ മുകളിൽ. എനിക്ക് കിട്ടിയത് ഇത് ലിക്വിഡ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ ശരിക്കും ലിക്വിഡ് നിൽക്കൂല. പക്ഷെ ഇതിപ്പോ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ ഒരു ബോ പോലെ ആക്കാന്ന് വിചാരിക്കുന്നത് ഞാൻ. അപ്പൊ നമ്മള് ഗ്ലിറ്റേഴ്സും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഒരു ലെവലിലാട്ടോ ബാർബി ഉള്ളത്. ഞാനിവിടെ കംപ്ലീറ്റ് ഗ്ലിറ്റർ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്രേ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് ഫുൾ ഫില്ല് ചെയ്യായിരുന്നു. ഗ്ലിറ്റർ ഫുള്ള് വന്നിട്ടുണ്ടായിരുന്ന നല്ല ഭംഗിയായിരുന്നു. ഞാൻ മാക്സിമം ഇനിയും ചെയ്യാൻ ശ്രമിക്കും. ഞാനത് ഈ സിൽവർ ഗ്ലിറ്റർ ഇങ്ങനെ താഴെ ഈ ഷുഗർ ബോൾസിന്റെ ഈ ഇതിന്റെ മുകളിൽ കൂടെ ആട്ടോ അടിച്ചത്. ഇത് സിൽവർ ആയനെക്കൊണ്ട് കാണുന്നില്ല മര്യാദയ്ക്ക്. എനിക്ക് റെഡാ കിട്ടിയത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇത് സൈഡ് ലീക്ക് ആവും നോക്കണ്ട. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ബോ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതൊന്നും മര്യാദയ്ക്ക് കിട്ടുന്നേ ഇല്ല. ഇത് ലിക്വിഡും ആണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതല്ലാണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലുള്ളത് വൈറ്റ് ചോക്കോ ചിപ്സ്, ഡാർക്ക് ചോക്കോ ചിപ്സും പിന്നെ ജെംസ് കിട്ടുന്നതിന്റെ കഷ്ടകാലമായിരിക്കും. എനിക്ക് കിട്ടരുത് ഞാൻ പ്രാർത്ഥിക്കും. ഇനിയിപ്പോ ഏത് കിട്ടിയാലും കണക്കാം. ഇന്ത്യത്ത് ഇതേപോലെ തന്നെ സ്പ്രിങ്കിൾസ് ഉള്ളതുകൊണ്ട് ജംസ് കിട്ടിയാലും എങ്ങനെയെങ്കിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ലോട്ട്. അപ്പൊ ഞാൻ അതവിടെ ഗ്ലിറ്റർ കുറച്ച് ഒരു ടെക്നിക്ക് ഇപ്പോഴാട്ടോ പിടികിട്ടിയത്. അപ്പോൾ ഗ്ലിറ്റർ ഇങ്ങനെ നല്ല അമർത്തിയാക്കുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ഏകദേശം ഫില്ലാക്കിയിട്ടുണ്ടോ ഈ സൈഡിലൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത ലോട്ട് ഇടാം. എനിക്ക് ഡാർക്ക് ചോക്കോ ചിപ്സാണ് കിട്ടിയത്.
എനിക്ക് ജംസ് കിട്ടി. എനിക്ക് വൈറ്റ് ചോക്കോ ചിപ്സ് ആട്ടോ കിട്ടിയത്. ഹായ് സമാധാനം. സാരല്ല, എന്റേത് കോമ്പോ കറക്റ്റാ. ജംസ് കിട്ടിയേ ഞാനിപ്പോ ജംസ് എന്ന് ശ്രീന്റെ കുത്തകയായിരുന്നു. ആ ഒരു മാറ്റം വന്നു. ഡാർക്ക് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ. എനിക്ക് കിട്ടിയത് ഇതേ ജംസ് ആണ്. എനിക്ക് കിട്ടിയത് വൈറ്റ് ചോക്കോ ചിപ്സ് ആണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നത്? ഞാനിത് ഓരോന്ന് ഡ്രസ്സിന്റെ ഇത് കളർഫുൾ ആയതിനെ കൊണ്ട് ഏത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഇത് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സിന്റെ സൈഡില്. ഞാനിതേ ഗ്രീൻ ജംസ് ഉണ്ടല്ലോ, ഇതാ ഈ കളറിൽ വെച്ചു കൊടുക്കാണ്. ഞാനിത് ചോക്കോ ചിപ്സ് എനിക്ക് ഇതിനൊരു ഡെക്കറേഷൻ ആയിട്ട് ഇതിനൊരു ബോർഡർ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ ഏകദേശം. അതിന്റെ ഒരു എനർജി കുറവ് ഞങ്ങൾക്കുണ്ട്. സത്യം പറയല്ലേ, ഇതുവരെ അല്ല എനിക്ക് എന്റെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഷാമിന്റെ കളർ കോമ്പിനേഷൻ ആട്ടോ കുറച്ചൊന്ന് പാളിപ്പോയത്. അതിപ്പോ ഒന്നുമില്ല, ലക്കിന് കിട്ടുന്നതാണ്. കളർ കോമ്പിനേഷൻ കുറച്ചും കൂടെ അടിപൊളിയായി കിട്ടിയിരുന്നെങ്കിൽ നല്ല ഭംഗിയിൽ വരുമായിരുന്നു. ലക്കാണ് ഇതിനെല്ലാം. നമുക്ക് കിട്ടുന്ന കളേഴ്സും കിട്ടുന്ന സാധനങ്ങളും മാത്രം വെച്ചിട്ടാണ് ഇതിനെല്ലാം. ഞാനിത് ഇങ്ങനെ ഈ ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കൊക്കെ എന്താവല്ലോ, കാരണം നല്ല കളേഴ്സ് കിട്ടിയില്ല. പക്ഷെ ഷാമിന് ഇവളിപ്പോ ജംസ് വെച്ചത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗി. ഞാൻ ഈ വൈറ്റ് ചോക്കോ ചിപ്സ് അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അഞ്ചിന്റെ കേക്ക് ഭയങ്കര റിച്ച് ആണ്. ഗോൾഡൻ കളർ വന്നപ്പോൾ ഭയങ്കര റിച്ചായി. ഇനി ബാർബിന്റെ ഫ്രണ്ട് സൈഡ് ഇതാണ്. സൈഡിൽ നമ്മൾ ഈ ഒരു ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ടൈം പിടിക്കും ചെറുതായതുകൊണ്ട്. ഞാൻ ജംസ് ഏകദേശം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഇവിടെ വെക്കണം എന്ന് എനിക്ക് ഉദ്ദേശമില്ല. ഫോണ്ടന്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. 5ന്റെ കേക്കാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒക്കെ കിട്ടിയ കളർ കോമ്പോയും ആ ഗോൾഡനും യെല്ലോയും കൂടി വന്നപ്പോ നല്ല രസമുണ്ട് അത് കാണാൻ. കേട്ടോ. ഇനി 5ക്ക് ഗോൾഡൻ സ്പ്രേ ഇട്ടിപ്പോ ബ്രാൻഡായി ഗൈസ്. അതില്ലേ ഓൾ അവിടുത്തെ സ്പ്രേ ചെയ്യുമ്പോ ഇവിടേക്കൊക്കെ ഞങ്ങളെ മേല് മുഴുവൻ ആ ഗോൾഡൻ ഗ്ലിറ്ററാണ്. ആരും ഞാൻ വെറുതെ ഇടില്ല. അപ്പൊ എന്റെ ചോക്കോ ചിപ്സ് ഞാൻ ഇതിനൊരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ വരെയാണ് ആ ഒരു ഡിസൈൻ ഉള്ളത്. അപ്പൊ ഇവിടെ വരെ ഞാൻ കൊടുത്തു. എന്റെ ജംസ് ഞാൻ ഇവിടെ വരെ കൊടുത്തിട്ടുള്ളൂ, വേറെ കൊടുത്തിട്ടില്ല. പിന്നെ അടിയിലേക്ക് ഞാനിത് ഫ്രോക്ക് കുറച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. ഞാനും ഇവിടെ അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഡ്രസ്സിന്റെ ബാക്കിൽ ഇവിടെ സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ മാലേന്റെ പെൻഡന്റ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ചോക്ലേറ്റ്സിന്റെ റൗണ്ട് ആണ്. റാഫേലോ ഉണ്ട്, മൊമെന്റ്സിന്റെ ഫെറോ റോഷർ മൊമെന്റ്സ് ഉണ്ട്, പിന്നെ ചെറിയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമുക്ക് അതിൽ ഏതാ കിട്ടാൻ നോക്കാം. റാഫെല്ലാം കിട്ടിയാൽ മതി. എനിക്ക് റാഫേലോ. ഫെറോ റോഷർ കിട്ടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനം ചെറിയാണ് കിട്ടിയത് ഗൈസ്. ഞാൻ ഇന്ന് മൊത്തം അൺലക്കിയാണ്. പക്ഷെ ഡ്രസ്സൊക്കെ കണ്ടോ ഗൈസ്. ഇനി ഇത് ഞാൻ എങ്ങനെ തിരുമ്പി എടുക്കും. ഇതെന്താ സംഭവം വെച്ചാൽ ചോക്ലേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ചോക്ലേറ്റ് വെക്കാൻ കുറച്ച് മെനക്കെടാണ്. പക്ഷെ എന്നാലും 5ക്ക് വൈറ്റും എനിക്ക് ഏകദേശം ചോക്ലേറ്റ് ഞാൻ നേരത്തെ വെച്ചതുപോലെ തന്നെ അങ്ങനെയാണ് കിട്ടിയത്. ഷാമിക്ക് റെഡും അങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പൊ റാഫെല്ലോ അതാട്ടോ 3 എണ്ണമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് കൊള്ളിക്കണം. ചെറിയ ഇത് ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് എവിടെ കൊള്ളിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഞാനിത് ഈ ഫെറോ റോഷർ ഇവിടെ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇതിന് വേറെ വഴിയില്ല. ഇങ്ങനെ നമുക്ക് ഈ ബാക്ക് സൈഡ് ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള എന്തായാലും ഉണ്ടാവും. ഇതുവരെയുള്ള റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാർബിന്റെ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ. ഞാൻ ഫെറോ റോഷർ ഇവിടെ താഴെ ഇവിടെ മുതൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ സൈഡ് വരെ വെച്ച് കൊടുത്തു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാട്ടോ കാണാൻ. ഞാനിതേ ഈ ചെറിയ ഇത് ഇവിടെ ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതവിടെ ബോ പോലെ വെച്ച് കൊടുത്തു. എന്റെ ബാർബി ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നേരത്തെ ഗോൾഡ് പോലെ ആക്കിയതും ഒക്കെ ഉണ്ട്. പിന്നെ റാഫെല്ലോ നമ്മൾ ബാക്കിൽ ബോ പോലെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ടിലുള്ളത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ആയിട്ട് നമുക്കുള്ളത് ഓറഞ്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, കിവി ഉണ്ട്. ഇനി ഈ റൗണ്ടിൽ നമുക്ക് ആർക്കൊക്കെയാണ് ഓറഞ്ച് കിട്ടുക, ആർക്കാ സ്ട്രോബെറി ഇട്ട, ആർക്കാ കിവി കിട്ടാൻ നോക്കാം. അപ്പൊ നമുക്ക് ലോട്ടിടാം. എനിക്ക് കിവിയോ കിട്ടിയ എനിക്ക് സ്ട്രോബെറി. ഞാൻ സ്ട്രോബെറി കിട്ടണമെന്ന് എനിക്ക് വിചാരിച്ചു. ഓറഞ്ച് മതിയായിരുന്നു കേട്ടോ. എനിക്ക് സ്ട്രോബെറി മതിയായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ സ്ട്രോബെറി ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഈ താഴേക്കുള്ള ഡ്രസ്സിന് സ്ട്രോബെറി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താവും എനിക്കറിയില്ല. ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഞാനിതേ ഈ ഓറഞ്ച് ഒരു ബാഗ് പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ബാർബിന്റെ കൈക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഭയങ്കര ഒരു ഇന്നോവേഷൻ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളത്. ഈ ബാക്കിൽ ഇതേ ഫ്രോക്ക് ഫില്ല് ചെയ്ത് കൂടെ കൊടുക്കാണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ എന്റെ ബാർബി ഫുള്ളായി. അപ്പൊ എനിക്ക് കിട്ടിയത് കിവിയാണ്. ഞാൻ കിവി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിന്റെ എൻഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനാണ് കേട്ടോ പോണത്. ബാക്കിൽ ഇതേ ഫില്ല് ചെയ്യാനുള്ളത് ബാക്കി വന്ന ഗ്രീൻ വിപ്പിംഗ് ക്രീമോട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ജംസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാർബി കേക്ക് അടിപൊളിയായി. എൻ്റെ ഞാൻ സ്ട്രോബെറി വെച്ചിട്ട് ഇതാ ഇവിടെ ഫുള്ള് ഇതാ ഫ്രണ്ട് സൈഡിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഞാൻ സ്ട്രോബെറി വെച്ചിട്ട് ഫില്ല് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫില്ല് ചെയ്ത് കാണാൻ. അതിൻ്റെ കൂടെ ആ ഗോൾഡൻ ഗ്ലിറ്റർ കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്.
സൈഡിൽ ഇനി വെക്കാണ്ട് കേട്ടോ. ഞാനിപ്പോ കിവി ഇങ്ങനെ വെച്ച് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കിവിന്റെ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ടും കിവിക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഡിസൈൻ ഉള്ളതുകൊണ്ടും കിവിയായിട്ട് നല്ലോണം ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓക്കെയാണ്. ഇനി ഗോൾഡ് വേണമെങ്കിൽ കുറച്ചും കൂടി അവിടെ ഇവിടെ ആക്കാന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ബാർബി കേക്ക് ഫുൾ റെഡി ആയിട്ടുണ്ട്. കിവി ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ബാക്ക് സൈഡ് ഫുള്ള് നമ്മളെ വിപ്പിംഗ് ക്രീമും ബാക്കി എനിക്ക് കിട്ടിയ സാധനങ്ങളും വെച്ചിട്ട് എനിക്കൊന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഇനി നമുക്കത് ഫില്ല് ചെയ്തിട്ട് എല്ലാവരുടെയും ഫൈനൽ ലുക്ക് കാണാം. അപ്പൊ ഞാൻ അപ്പർ ബോഡി ഇതേ സിൽവർ ഷുഗർ ബോൾസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇവിടെ മൊത്തം കവർ ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ അപ്പർ ബോഡി മുഴുവൻ സിൽവർ ഷുഗർ ബോൾസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഫൈനലായിട്ട് ചെറിയൊരു നെക്ലേസും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. ചെറിയൊരു ലോക്കറ്റും കൂടെ നമ്മളിവിടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ബാർബിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ ഇതാണ് നമ്മളെ ബാർബിന്റെ ഫൈനൽ ലുക്ക്. എല്ലാ റൗണ്ട്സും കഴിഞ്ഞ് അപ്പൊ നമ്മളെ ടച്ചപ്പും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അപ്പൊ ബാർബിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ ഇനി ഇന്റെ ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ പോവാണേ. ഇത്ര ഭംഗിയായിട്ട് പിന്നെ മുറിക്കുന്ന സമയത്ത് എന്തോ പോലാവാം. കേക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അത് വാനില ഫ്ലേവറിലുള്ള കേക്കാണ്. എല്ലാവർക്കും അത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ എന്റേത് കട്ട് ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റ് കേക്കാട്ടോ. എന്റേത് ഇവിടെ ഫെറാറോ റോഷറും കിവി എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് മുറിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ലാസ്റ്റിലേക്ക് കുറച്ച് എനർജി കുറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ 4 മണിക്കൂറായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കേക്കൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മള് ഒരു റൗണ്ട് കഴിയുമ്പോ തന്നെ ഒരു 3/4 മണിക്കൂർ ആവട്ടെ. നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോ അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിന്നർ ആരാന്ന് എന്തായാലും മറക്കാതെ കമന്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is ഷാമിയ, this is സഞ്ജിത. signing off.